ഹേ എന്നുള്ളത് ഗുരുവാണ്. അപ്പം ഇനി അത് വന്നിരിക്കുന്നു നോക്കാം. ജഗണഹ. ഇപ്പം ഇവിടെ നോക്കൂ, മധ്യഗുരുവാണ്. മധ്യഗുരു എന്താണ്? ജഗണഹയാണല്ലോ. പിന്നെ മധ്യലഘു രഗണഹ, പിന്നെയും മധ്യഗുരു ജഗണഹ, മധ്യലഘു രഗണഹ, മധ്യഗുരു ജഗണഹ, പിന്നെ ഗുരുവും വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ ജഗണഹ രഗണഹ, ജഗണഹ രഗണഹ, ജഗണഹ ഗുരു ഇത് വന്നിരിക്കുന്നു. അതുകൊണ്ട് എന്ത് വൃത്തമാണിത്? പഞ്ചചാമര എന്ന വൃത്തം. എളുപ്പമല്ലേ അതിൻ്റെ ലക്ഷണം പഠിക്കാനായിട്ട്? പെട്ടെന്ന് മനസ്സിലാവും. അടുത്ത ഒരു വൃത്തം, അതും സമവൃത്തമാണ്. വസന്തതിലക. ഇത് വസന്തതിലക എന്നുള്ളത് വസന്തതിലകം എന്നൊരു രൂപഭേദമുണ്ട്, അങ്ങനെയും പറയാം. വസന്തതിലകം എന്നും പറയുന്നുണ്ട്, വസന്തതിലക എന്നും പറയുന്നുണ്ട്. അത് 14 അക്ഷരമാണ് വരുന്നത്, സമവൃത്തവുമാണ്. അതിൻ്റെ ലക്ഷണം നോക്കാം. ഉക്ത